ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക വിഷയം നമ്മൾ ചർച്ച ചെയ്ത് ഇങ്ങനായിരുന്നു: ആത്മീയമായ കാര്യങ്ങളിൽ ദൈവരാജ്യത്തിന് വിതയ്ക്കുന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ദൈവത്തിന് കൊടുത്താൽ അത് അനുഗ്രഹമാണോ, അതിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇന്നും വീണ്ടും കൂടി വന്നിരിക്കുകയാണ്. പ്രിയ ബ്രദർ കൂടെ ഉണ്ട്. എന്താണ് ബ്രദർ ഇന്ന് നമ്മൾ കൂടി വന്ന് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന വിഷയങ്ങൾ മീഡിയാസ്. അതാണ് മീഡിയയും അതിൻ്റെ സ്വാധീനങ്ങളും. ഉദാഹരണം പറഞ്ഞാൽ മൂവീസ്, ചലച്ചിത്രം, വാർത്താ ചാനലുകൾ, സോഷ്യൽ മീഡിയ, ഇങ്ങനെ നമ്മുടെ ദിവസം പ്രതി നമ്മൾ ഉപയോഗിക്കുന്ന ഈ മീഡിയകൾ ഇത് എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആകുന്നു, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു, അതോ സന്തോഷത്തിലേക്കാണ് നയിക്കുന്നത്, സമാധാനത്തിലേക്കാണ് നയിക്കുന്നത്? ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട് ഇത് പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ദൈവവചനാടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് പറ്റുന്നത്, ഉപദേശമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളായിട്ടോ പറയാനുള്ളത്? ഞാൻ ഈ അടുത്തിടയിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിങ്ങനെ പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മൾ ഇപ്പം സിനിമ ഒരു വലിയ ഇൻഡസ്ട്രിയാണ് അല്ലേ? ധാരാളം പേര് അതുകൊണ്ട് ജീവിക്കുന്ന നല്ല കാര്യം, നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്, നല്ല കാര്യം. ഞാനും പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്ത കാലങ്ങളൊക്കെ സിനിമയ്ക്ക് ധാരാളം പ്രാധാന്യം കൊടുത്താണ്. കാരണം ഞാനൊരു കലാകാരനോടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരു ചിത്രകാരനായിരുന്നു. 5 കൊല്ലം ഡിവർമ കോളേജിൽ പഠിച്ചാണ്. എൻ്റെ പിതാവ് ചിത്രകാരനായിരുന്നു. പ്രത്യേകിച്ച് നാടകം, സിനിമ, കല, IV ശശി, ഭരതന്, പത്മരാജൻ സാർ, അപ്പോൾ അവരെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിച്ച ഡയറക്റ്റ് എനിക്കും ആഗ്രഹമുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു, ആക്ടിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡയറക്ഷൻ. പക്ഷേ നമുക്ക് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ശുശ്രൂഷകൻ, പ്രത്യേകിച്ച് ഒരു ദേവദാസൻ ലെവലിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് അതിന് വലിയ അമിത പ്രാധാന്യം കൊടുക്കുക എന്നുള്ള നമ്മൾ അറിയണമല്ലോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. ഇപ്പോൾ ഒരു മാറ്റം നമ്മൾ പലതും കാണുന്നുണ്ടല്ലേ? പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വെഞ്ഞാറുമൂട് നടന്ന കൊലപാതകം മുതൽ, പിന്നെ നമുക്കറിയാം കോഴിക്കോട് അല്ലേ ഒരു മകൻ പിതാവിനെ കൊന്ന സന്ദർഭങ്ങൾ, ഇതെല്ലാം ഇത് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 101% സ്വാധീനിക്കുന്നുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പം അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയും ആൾക്കാരെ നാശത്തിലേക്ക് നയിക്കത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. ഇപ്പം സിനിമാ ലോകം അവരുടെ മാർക്കറ്റിങ്ങിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അവർ ചെയ്യുന്നു അല്ലേ? അപ്പം അതെന്താ? ഞാനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഞാൻ ഓരോ ഇതിനെ നമുക്ക് വിവിധമായിട്ട് തിരിക്കാം. ആദ്യം ഇപ്പോൾ സിനിമയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക്, സിനിമ ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമ, പേരെടുത്ത് പറഞ്ഞ എമ്പുരാൻ സിനിമ. അത് ഒരേ സമയം തന്നെ അത് മലയാളികൾക്ക് അഭിമാനമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ മുഴുവൻ, ഈവൻ ലോകത്തിൽ പല രാജ്യങ്ങളിൽ പോലും ഉറ്റുനോക്കുന്ന ഒരു മലയാളിയുടെ കലാസൃഷ്ടി, അത് ഏറ്റവും വലിയ വിജയമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. അതേസമയം തന്നെ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങൾ പല മതത്തിലുള്ളവരെ ഹർട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ വളരെ ഡയറക്റ്റ്ലി ഹർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഞാൻ അടുത്തിടയിൽ അത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. പത്രങ്ങളിലൂടെ വരുന്ന വിവരങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ സ്പർശിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് അച്ഛന്മാർ, പ്രത്യേകിച്ച് കാത്തലിക്സിലുള്ള അച്ഛന്മാർ പ്രതികരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു. നമുക്കറിയാം, അതിനകത്ത് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഒരു ദേവാലയത്തിൽ വെച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് കുരിശ് തലകുത്തി വന്ന് വീണ് അത് തീ കത്തുന്നു. അതിന് ശേഷം എല്ലെന്ന് പറഞ്ഞ് ലൂസിഫറിൻ്റെ അപ്പോൾ ഒരു വളരെ ഫീലിങ്ങോടാണ് ആ ഫാദർ അത് പറഞ്ഞത്. നമ്മൾ ഇതിനകത്ത് ടീച്ചറും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇപ്പം പെട്ടെന്ന് ലൂസിഫർ എല്ലെന്ന് കാണിക്കുന്നതുകൊണ്ട്, അപ്പം ഇതിനകത്ത് ഉപയോഗിച്ചത് ഈ ടെർമിനോളജി, ഇപ്പം ലൂസിഫർ, ലീഡ് ക്യാരക്ടറിനെ ലൂസിഫർ ആയിട്ട് ചിത്രീകരിക്കുന്നു. അപ്പം ലൂസിഫർ ആരാണ്? അപ്പം അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ലൂസിഫർ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊരു ഒരു അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പറഞ്ഞു വെച്ചോടെ വ്യക്തം. തീർച്ചയായിട്ടും ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഞാൻ ശ്രദ്ധിച്ചത്, കാരണം ഓരോ വ്യക്തികളെയും ഞാൻ അധികം നമ്മളങ്ങനെ സിനിമ അങ്ങനെ ആ ഒരു കാര്യം കാണുന്നു, ആ ഒരു തലമല്ല. എനിക്കിവരെല്ലാം ഞാൻ വാച്ച് ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് മാധ്യമങ്ങളോടെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കണ്ടത് അദ്ദേഹത്തിന് പെട്ടെന്ന് വന്ന ചില മാറ്റങ്ങളും, ഈ ലൂസിഫർ എന്നുള്ള ഫിലിം, അദ്ദേഹം ഒരു ഡയറക്ടറല്ല, ഒരു ആക്ടറാണ്. പക്ഷെ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാനൊരു കലാകാരനോട് എനിക്കറിയാം, പെട്ടെന്ന് കയറി ഒരാൾക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കത്തില്ല. പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നു.
ഇനി വലിയ മാറ്റം ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ഈ ലൂസിഫർ എന്നൊരു സംഭവം കണ്ടപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ വാക്ക് ലൂസിഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേദപുസ്തകം ലൂസിഫർ എന്ന് പറഞ്ഞാൽ വീണുപോയ ഒരു ദൂതൻ. ഞാൻ അതേക്കുറിച്ച് ഒരു ചെറിയ വിശകലനം തരാം. വീണുപോയ ദൂതൻ, അതായത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തെ ആരാധിച്ച മിഖായേൽ, ഗബ്രിയേൽ ആ ദൂതഗണങ്ങളോടുകൂടെ നിന്ന ആളാണ്. പ്രധാന ദൂതന്റെ, അതായത് വേണേ ആരാധനാ വൃന്ദം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അവന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു. എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിന്റെ മീതെ എൻ്റെ സിംഹാസനം വെക്കും, അതിന്റെ മീതെ 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 ഞാൻ സിംഹാസനം വെക്കും എന്ന് പറഞ്ഞ് അവൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ വെട്ടി ദൈവം അവനെ താഴെയിട്ടത്. വേണേ ഫോളൻ ഏഞ്ചൽ, വീണുപോയ ദൂതനവൻ. അപ്പം നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ഇപ്പൊ ലൂസിഫർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചറിയാം അവൻ നമ്മുടെ ശത്രുവാണ്. ഇപ്പം സിനിമയ്ക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ടൈറ്റിൽ കൊടുക്കാമല്ലോ. പക്ഷേ ഈ ടൈറ്റിലിൻ്റെ ഉപരി ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എടുത്ത് പലരുടെയും ഹൃദയത്തിൽ മുറിവേറ്റ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം നമുക്കറിയാം. RSS അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ അവരെതിർക്കാൻ കാര്യം അവർക്ക് മുറിവേൽപ്പിക്കുന്ന, അല്ലെ അവരുടെ പ്രസ്ഥാനത്തിന് അല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പം പെട്ടെന്ന് സെൻസർ ബോർഡ് എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പം പൃഥ്വിരാജോ അല്ലെ മുരളി ഗോപി അല്ലെ എൻ്റെ ഡയറക്ടറെ പടം, ഇതൊന്നുമല്ല വിഷയം. അതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലൂസിഫർ എന്ന വ്യക്തിയെ, ഈ വീണുപോയ ദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിൽ പറഞ്ഞ സാത്താൻ അല്ലേ. ആ ഒരു ക്യാരക്ടർ, ആ പേരിനെ ഇതിലെ ലീഡ് ക്യാരക്ടറിന് കൊടുക്കുന്നതിലൂടെ ആ പേരിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പറയുന്നുണ്ടല്ലോ, അത് കൊടുക്കാൻ അവർ ശ്രമിക്കുന്നത്, അതിന്റെ പിൻപിൽ എന്തുകൊണ്ട് ഇത് ഉയർത്താൻ ശ്രമിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞോട് പറയാം. ഇവൻ വീണുപോയ ദൂതനാണ് നമ്മൾ പറഞ്ഞല്ലോ. യേശു മരുഭൂമിയിലെ പരീക്ഷണത്തിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആദ്യത്തെ ടെംപ്റ്റേഷൻ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ. നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പൊ ദൈവപുത്രൻ എന്നൊക്കെ ഉള്ള പരാമർശം ഇപ്പൊ എമ്പുരാനിലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാക്കാൻ പറഞ്ഞു. കർത്താവിന് കല്ലപ്പമാക്കാം. ഈ പ്രപഞ്ചം മുഴുവൻ വായിലെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ കർത്താവ് അവിടെ അവൻ പറയുന്നതല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ഞാൻ ഒരു പോയിന്റ് പറയാൻ വേണ്ടി പറയുന്നത്. രണ്ടാമത് പറയുന്നുണ്ട്, അവൻ ഏറ്റവും ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ മഹത്വം മുഴുവൻ കണ്ടോ, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. വീണ്ടും ആദ്യം മേളിൽ നിർത്തിയിട്ട് പറഞ്ഞു ചാടാൻ പറഞ്ഞു ദൂതന്മാർ. അത് അവൻ വചനം കോട്ട് ചെയ്യുന്നത്. ഈ വചനത്തെ എങ്ങനെ ദുർബലമാക്കണമെന്നുള്ളതാണ് ഈ പിശാചിന്റെ തന്ത്രം. അത് ഞാൻ അതോട് കണക്ട് ചെയ്ത് പറയാം. ഈ വചനത്തെ എങ്ങനെ ദുർബലമാക്കണം, സംശയം ജനിപ്പിക്കണം എന്നാണ് പിശാചിന്റെ ആഗ്രഹം. നീ വീണ് നമസ്കരിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, നീ താഴോട്ട് ചാടിയാൽ ദൂതന്മാരെ 94 സങ്കീർത്തനത്തിനതെ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാർ കയ്യിൽ താങ്ങുമല്ലോ. യേശു അവിടെയും പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പൊ യേശു പറഞ്ഞ നിന്റെ ദൈവമായ ഡു നോട്ട് ടെംപ്റ്റ് യുവർ ലോർഡ് യുവർ ഗോഡ്. അപ്പൊ യേശു അവിടെ ദൈവം എന്നാ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പിന്നെ പറഞ്ഞു വീണ് നമസ്കരിച്ച്, നിനക്കറിയാവില്ല ഇത് മുഴുവൻ എൻ്റെതാ, വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. അതാണ് ഈ എമ്പുരാനെ, ലൂസിഫർ എന്നുള്ള ഫിലിമെ അടുത്ത ഇടകളിൽ പൃഥ്വിരാജ് ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങളിലെല്ലാം പ്രതിധ്വനിക്കുന്ന ഉയർച്ചയുടെ ഒരു തലം. വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് ഇതെല്ലാം തരാം. പക്ഷെ അതിനകത്ത് അപകടം പതിയിരിപ്പുണ്ട്. അത് ഞാൻ പറയുന്നത് ഓർമ്മിപ്പിക്കണം. ചോദിച്ചതിനകത്ത് തന്നെ ഈ മൂവിയുടെ ട്രെയിലറിൽ തന്നെ വരുന്ന ഒരു കാര്യമുണ്ട്, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ചെകുത്താനല്ലാതെ രക്ഷിക്കാൻ ആരുമില്ല. ആ ആശയം വരുന്ന ഡയലോഗ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിപ്പം ദൈവപുത്രൻ നമ്മൾ വിശ്വസിക്കുന്ന ആരാ? ക്രിസ്തുവിനെ. അപ്പം ആ ക്രിസ്തു തെറ്റ് ചെയ്യുക, അപ്പം ഇപ്പൊ അത് അവർക്ക് പറയാം അതൊരു സ്റ്റോറിയാണ്, അത് വേറെ ലൈനാണ്. പക്ഷെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഒറ്റ, അത് ഞാൻ പറയാം, വേദപുസ്തകം മുഴുവൻ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ. കർത്താവ് ശ്രദ്ധിച്ചോണം, മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്ന് തന്നെ നമുക്കറിയാം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. അതായത് ആ യോർദാനിൽ സ്നാനം ഏൽക്കുമ്പോൾ പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ വെൽ പ്ലീസ്ഡ്, എൻ്റെ പ്രിയ പുത്രൻ. പക്ഷെ യേശുവായിട്ട് ദൈവപുത്രൻ എടുത്തു പറയുന്നില്ല, മനുഷ്യപുത്രൻ. എപ്പോഴാ? യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ. പിശാചിന്റെ ക്വസ്റ്റ്യനും എന്തുവായിരുന്നു? നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ, അവനറിയാം ദൈവത്തിന്റെ പുത്രനാണെന്ന്. പക്ഷെ സാത്താൻ അലറി വിളിച്ചു പറയുന്നു, യോ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, കാലത്തിനു മുമ്പേ ഞങ്ങളെ എന്തിനാണ് ദണ്ഡിപ്പിക്കാൻ വന്ന സ്വന്തം ജനം പറഞ്ഞ ആശാരിയുടെ മകൻ, മറിയയുടെ മകൻ. അപ്പൊ ഞാൻ ആ ആൻസറിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവനെ എല്ലാം എൻ്റേത് ആണ്, ഞാൻ തരാം, വീണ് നമസ്കരിച്ചാൽ തരാം. നിനക്ക് ക്രൂശും വേണ്ട,
നിനക്ക് യാതൊന്നും വേണ്ട. എന്താ, എങ്ങനെ? അപ്പൊ അതൊരു ചോദ്യമില്ലയോ, എങ്ങനെ ഇവനിൽ വന്നു? ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ നോക്കിയേ, മുഴുവൻ തെറ്റുകൾ ചെയ്തപ്പോൾ ആരിലേക്ക് വന്നു? ഇവനിലേക്ക് വന്നു. അപ്പൊ അത് റിസ്റ്റോർ ചെയ്യാനാണ് യേശു വരുന്നത്. കേൾക്കുന്നുണ്ടോ? ഇത് മുഴുവൻ ആയുധവർഗം വെപ്പിച്ച് ഇവന്റെ നിന്ന് കർത്താവ് മടക്കിയെടുക്കുകയാണ്. അവന്റെ രക്തം കൊടുത്ത്, അതാണ് അവൻ വെളിപ്പാടിൽ പറയുന്നുണ്ട്, അവൻ രക്തം കൊടുത്ത് സകല ഗോത്രത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ അവൻ ഇന്നും അവനിൽ, അതായത് യേശുവിൽ വരാത്ത ഒരു വ്യക്തിക്ക് ഇന്നും ഈ ലോകത്തിന്റെ ഭൗതിക നന്മ കൊടുത്ത് അവരെ അനുഗ്രഹിക്കാൻ ഇവന് കഴിയും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഫിലിമിന്റെ പിൻപിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിയാമല്ലോ. എന്തൊക്കെ മുമ്പേ പറഞ്ഞാലോ, എന്തൊക്കെയാ ചില കാര്യങ്ങൾ അവർ ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതിനകത്തൂടെ ഇപ്പം ഈ മൂവി ഡീകോഡിങ് ചെയ്യുന്നവരെ അതിന്റെ അകത്ത് ഹിഡൻ ആയിട്ട് ചില സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ നമ്മുടെ 666 നമ്പർ നമ്മുടെ വെളിപ്പാടിനകത്ത് പറയുന്നുണ്ട് അല്ലേ? റോഡാടിക്കാത്ത മോഹൻലാലിന്റെ വാഹനങ്ങളെല്ലാം 666 കാണിക്കുന്നുണ്ട്. ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്ന നമ്മൾ ആവശ്യത്തിലോട്ട് അധികം വേണ്ട, നമ്മൾ ദൈവവചനം ഷെയർ ചെയ്യാന്നുള്ളൂ. അത് ദൈവവചനത്തിലൂടെ കളവെന്തോ പതിരെന്തോ വെളിച്ചമെന്തോ അത് തിരിക്കാന്നുള്ള കടവ് മാത്രമേ ഉള്ളൂ നമുക്ക്. ഇങ്ങനെ ഇതിന്റെ അകത്ത് ഒത്തിരി ഹിഡൻ സിമ്പിൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതിന്റെ അകത്തുകൊണ്ട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ട് ശ്രദ്ധയിൽപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് വന്നൊരു കാര്യം, ഒരു കഥ എനിക്ക് ഓർമ്മ വന്നേ. കഥയെന്നല്ല, നമ്മൾ ഈ ആടുകളെയോ പശുക്കളെയോ നാൽക്കാലികളെ വിൽക്കാൻ പോകുമ്പോഴേ, ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ചെറുപ്പകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് താമസിച്ച ടൗണിനടുത്തൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കന്നുകാലികളെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇവർ നേരത്തെ വന്ന് ഇതിന് വെള്ളമൊക്കെ കൊടുത്ത് ഇതിൻ്റെ വയറൊക്കെ ഒന്ന് വേർപ്പിച്ച് ഇതിന് വരുന്ന വഴിക്കെല്ലാം തീറ്റയും കൊടുക്കുന്നു. ഒരിക്കലും ഇല്ലാത്തൊരു ഫീഡിങ് ആണ് ഈ മൃഗത്തിന് കിട്ടുന്നത്. അപ്പം മൃഗത്തിനൊരു സംശയമുണ്ട്. ഇത് സിനിമാ ഫീൽഡിലുള്ളവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലുള്ളവരാണെങ്കിലും എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ ധാരണ എന്താണെന്നറിയോ? ഇത് യജമാനൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, കാരണം ഉയർച്ച തന്നെ കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ കയറ് കൈമാറുമ്പോഴാണ് ഈ മൃഗത്തിന് മനസ്സിലാകുന്നത് വിൽപ്പനയായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ ചോദിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. എനിക്ക് ദൈവവചനത്തിലുള്ള വിശദീകരണങ്ങളേ ഉള്ളൂ കേട്ടോ, എനിക്ക് പറയാനൊന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നു, മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും അല്ലാതെ ശത്രു വരുന്നില്ല. ടു സ്റ്റീൽ ആൻഡ് കിൽ ആൻഡ് ഡിസ്ട്രോ. ശത്രു അവിടെ തീഫ് എന്നാ പറഞ്ഞത്. പിശാചിനെ എന്തോ വേദോസം വിളിച്ചേക്കുന്നത്? കള്ളൻ. ഈ ലൂസിഫറിനെ വിളിച്ചേക്കുന്നത് എന്തോ? കള്ളൻ. വെളിപ്പാട് പുസ്തകത്തിൽ അക്യൂസർ എന്നവനെ പറയുന്നത്, കുറ്റപ്പെടുത്തുന്നവൻ. അപ്പൊ അവൻ ഈ സിനിമയിൽ അവൻ എടുത്തപ്പോൾ പ്രത്യേകിച്ച് സാത്താനിക് വർഷിപ്പിന്റെ അല്ലെ മറ്റു കാര്യങ്ങളുള്ള സിംബലുകളുണ്ടല്ലോ, ആ സിംബോളിക്കായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നടന്, ആ ഡയറക്ടറിൽ അവർക്ക് ഒരു വ്യത്യാസം കാണുന്നു. കാരണം പിൻപിൽ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം തരാമെന്ന് പറയുന്നവനാ. ആരാ? ഈ ലൂസിഫർ എന്ന് പറയുന്നവനാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവന്റേതല്ല മനുഷ്യര്, സകല മനുഷ്യരുടെയും ഉടയവനാണ് ദൈവം. അവന്റെ സൃഷ്ടിയ നമുക്കറിയാമല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തില് ദൈവം പാഴി ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചേ? അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. ഭയങ്കരവും അതിശയമായി ദൈവം സൃഷ്ടിച്ചു. ഈ സൃഷ്ടിച്ച അവന്റെ മനുഷ്യരെ അവനറിയാം. പിശാചിനും, ഞാൻ ആ ഒരു വേട ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമാണ് അഗ്നി ഒരുക്കിയിരിക്കുന്നത്, പാതാളം. അതല്ലേ കാലത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നേതാന്ന് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരുക്കിയിടത്തോട്ട് പിശാചിനറിയാം അവനെ ദൈവം വിധിക്കപ്പെട്ട ക്രിയേച്ചർ, ജഡ്ജ് ചെയ്തിരിക്കുക ദൈവം. അതില്ലേ കാലത്തിന് മുമ്പേ ഞങ്ങള്. അപ്പൊ അതില് യേശുവിനെ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ അവനെ വർഷിപ്പ് ചെയ്യുന്നവരെ രക്ഷിക്കാൻ അവന് കഴിയത്തില്ല. അവൻ ഒരിക്കലും വീണുപോയ ദൂതൻ രക്ഷിക്കാൻ കഴിയത്തില്ല. അവരെ കൂടി ഈ അഗ്നി നരകത്തിലേക്ക് കൊണ്ടുപോകും. അതായത് പറഞ്ഞ ആടിന് കയറ് കൈമാറുമ്പോഴാണ് ഈ ഭൗതികമായ ഉയർച്ച, ദൈവമില്ലാത്ത ഭൗതികമായ ഉയർച്ചകൾ നമ്മൾ കണ്ടില്ല. 200 കോടി ഈ ലെവലിലോട്ടൊക്കെ ഉയർത്തുന്നതിന്റെ കാരണം തലകുത്തി വീഴ്ത്താൻ തന്നെ ഇവൻ. ഇനി എന്ത് മഹാമോശമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവന് മനുഷ്യനോട് യാതൊരു സ്നേഹമില്ല. യേശുവിൻ്റെ സ്നേഹം, അവൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹമാണ് താണഭൂമിയിൽ വന്ന് നമ്മളെ വീണ്ടെടുത്ത്. ഞാനിത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. 99 ആടിനെ ഇട്ടേച്ച് ഒന്നിന്റെ പുറകെ സ്നേഹം പറയുന്നുണ്ടല്ലോ. ബ്രഹ്മ രാത്രി മുഴുവൻ തൂത്തിട്ട് കിട്ടാഞ്ഞിട്ട് അവള് കിട്ടി, തെരഞ്ഞതറിയാമല്ലോ, തെരഞ്ഞു പിടിച്ച് നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വരുന്നതിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെയെല്ലാം എനിക്ക് പറയേണ്ടുള്ള അപകടം, അവർക്ക് താൽക്കാലികമായ ഇൻഡസ്ട്രിയിൽ അവർക്ക് ഉയർച്ച ലഭിക്കുന്നു. ഇവനെ സംബന്ധിച്ച് ഇവന്റെ സിമ്പലുകൾ കുരിശ് താഴോട്ടിട്ടിട്ട് അത് തകർക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. ലൂസിഫർ എന്ന
പെട്ടെന്നുള്ള ഉയർച്ചകൾ കാണിക്കുന്നു. ഇതാണ് അതിൻ്റെ പിൻപിലുള്ള ഭൗതികമായ ഒരു ഉയർച്ച കൊടുക്കുന്നു. പക്ഷെ ആ ഉയർച്ച താൽക്കാലികമാണ്. കാരണം വേദപുസ്തകൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ഭാഗം അവർ പറയുന്നുണ്ട്, ദുഷ്ടനെ പന പോലെ, അങ്ങനെ പറഞ്ഞുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വേർഡില്ല. എന്താണെന്നറിയോ? ദുഷ്ടൻ പച്ചില വൃക്ഷം പോലെ തഴയ്ക്കുന്നത് കണ്ടു, പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അവനെ കണ്ടില്ല. അങ്ങനെ പറയുന്നത്. നീതിമാനെയാണ് പന പോലെ, ലെബാനോനിലെ ദേവദാരു പോലെ നീതിമാൻ. ദൈവത്തിലായി നീതിമാനായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നു. ഓക്കെ, മുമ്പ് ചോദിച്ച ചോദ്യം മുമ്പേ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ ചെകുത്താനെ അല്ലാതെ മറ്റാരെ അത് ആശ്രയിക്കും? ഭയങ്കര ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഹിഡനായിട്ട്, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു പഞ്ചസാര ചേർത്ത ഒരു പാഷാണം കൊടുക്കുന്ന പോലെ തന്നെയാണ്. കാരണം ദൈവപുത്രൻ, നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളിൽ 6 പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തും അല്ലേ. നമുക്കറിയാം മഗ്ദലക്കാരത്തെ മറിയ ഉണ്ടായിരുന്നു, നമുക്കറിയാം മാർത്ത മറിയ, ഇവിടെ എല്ലാവരുടെ കൂടെ അല്ലേ ഒരു യൗവനക്കാരനായ ഒരു പുരുഷനായിരുന്നു യേശു കർത്താവ്. ആർക്കെങ്കിലും കർത്താവിനെ കുറിച്ച് തെറ്റ് പറയാൻ കഴിയുമോ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ? കാരണം അത്ര കണ്ട് വിശുദ്ധിയിലും വേർപാടിൽ ഈ ഭൂമിയിൽ പിതാവ് പ്രസാദിച്ച പുത്രനെ കുറിച്ച് അവർ പറയും, ഞങ്ങൾ അങ്ങനെയല്ല, കഥാപാത്രത്തിനനുസരിച്ച് അങ്ങനെ ഒരു പേര് കൊടുത്താൽ ഞങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതെന്തോ ദൈവപുത്രൻ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മളത് തന്നെ ഫോക്കസ് ചെയ്യുന്നത്. ഒരു നാൾ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ് നമ്മളെ എൻ്റെ വരെ അങ്ങ് നിത്യത വരെ നമ്മളെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നവനാണ് ഈ ദൈവം ഇല്ലേ. അപ്പം ആ ഒരു വാക്കെന്തോ ജനങ്ങളിൽ എന്തോ വരുന്നേ, അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അത് രഹസ്യമായി അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞ വിഷ്വൽ സർജറി എന്ന് എന്തോ അകത്തേക്ക് കൊടുക്കുകയാണ്. ആശ്രയിക്കാൻ ഇല്ല, അവൻ കൊണ്ടുപോകത്തില്ല, അവൻ എൻ്റെ അല്ല. കാരണം അവനെ ക്രൂശിൽ കർത്താവ് തകർത്തതാ. ലൂസിഫർ എന്ന് പറയുന്ന വ്യക്തിയെ വീണുപോയ ദൂതനാണ്. നമുക്ക് കൊലോസ്യർ 2:14-15 വരുമ്പോൾ അവിടെ അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ച് ചട്ടങ്ങളാൽ വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം, ആരാ വാഴ്ചകൾ അധികാരങ്ങൾ? ഇവനാ. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ വീണുപോയവനാണ് സാത്താൻ, വേണ ലൂസിഫർ. ഈ വീണുപോയവനെ, ഒരിക്കൽ പോലും വിജയിക്കാത്തവനെ, ആ കത്തോലിക്ക അച്ഛൻ അങ്ങനെ പറഞ്ഞു, ഒരിക്കൽ പോലും വിജയിക്കാത്ത ഇവനെ ഒരാൾ ആശ്രയിച്ചാൽ ഒരന്ധനെ എത്ര നാൾ വഴികാട്ടാൻ കഴിയും? നമ്മളിപ്പം മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യം പറയാം. ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ ഇന്റർനാഷണലി ഇറങ്ങിയിട്ടുണ്ട്. അതും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട്. ലൂസിഫർ എന്ന് പറയുന്നത് പിശാചിന്റെ ഒറ്റ വാക്കി പറഞ്ഞ പിശാച്. ഈ ലൂസിഫർ സീരീസിൽ ഇത് ഇന്റർനാഷണലി ഉള്ളത്, അവിടെയും ഈ ലൂസിഫറിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു രീതിയിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചേക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു വേറൊരു സ്പിരിച്വൽ റിയലിറ്റി, വേറൊരു കാര്യമുണ്ടെന്നാണ് പാസ്റ്റർ പറഞ്ഞത്. 100% ഉണ്ട്. കാരണം വചനം സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്ന വേദോസം പറയുന്നുണ്ട്. അവൻ പള്ളികളിൽ ഇരുന്നുകൊണ്ട് ദൈവം ഒന്ന് നടിച്ച്, കാരണം ഇവനും മഹത്വം കിട്ടാഞ്ഞതിനല്ലേ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവന് മഹത്വം കിട്ടാൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോഴല്ലേ മുകളിൽ കയറും. യേശുവിന്റെ ശുശ്രൂഷ എന്തോ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവൻ. അതുകൊണ്ട് ദൈവം therefore God exalted him and gave him above all name. അപ്പം അവൻ്റെ നാമത്തിനല്ല വേറൊരു നാമമില്ല. ഇതിനകത്തൂടെ അവരെ ചെലുത്താൻ ശ്രമിക്കുന്നത്, സാത്താനെ മഹത്വപ്പെടുത്തുന്നത് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എന്തോ കൊലപാതകം, വ്യഭിചാരം, ദൈവികമല്ലാത്ത കാര്യങ്ങളിനെ ഉയർത്തുമ്പോൾ അവനെ മഹത്വപ്പെടുത്തും. ആക്ച്വലി ഇപ്പം നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ ഒരു സംഭവത്തോടെ ഞാൻ കണ്ടതാണ്. ഒരു മോഹൻലാലിൻ്റെ പടം, ഒരു ബ്രോഡാഡിയോ എന്തോ, അതിനകത്ത് പൃഥ്വിരാജ് ഈശോ എന്ന് പറഞ്ഞു അല്ലേ. നമുക്കറിയാം ഗർഭചിത്രമോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ കൊലപാതകങ്ങളൊന്നും വേദവസം അനുവദിക്കുന്നില്ല ഒരിക്കലും അല്ലേ. അതിനകത്ത് തന്നെ 700 കോടി ജനങ്ങളോടത്ത് ഈശോ എന്നൊരു പേര് മാത്രം കൊടുത്തല്ലേ. അപ്പോട്ട് ഞാൻ ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു. അപ്പം ഇവിടെ എല്ലാം കൊണ്ടുവന്ന് പഠിപ്പിക്കുക. ഇപ്പൊ പിശാചിനെ കുറിച്ച് യേശു പറഞ്ഞ, അവൻ പോഷ്ക്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണെന്ന് കർത്താവ് പറഞ്ഞു. ദ ഫാദർ ഓഫ് ലയർ. അതായത് അവൻ അവനൊന്നും സ്വന്തത്തിൽ നിന്ന് എടുത്ത് അവൻ കളവ് പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന, ഭൂലോകത്തിലുള്ളവരെല്ലാം തെറ്റിച്ച് കളയുന്ന വഞ്ചകനവൻ, അക്യൂസറ, തെറ്റിക്കുന്നവന്. അവനെ ഉയർത്താൻ ശ്രമം നടന്നാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല, നമ്മളും അടങ്ങിയിരിക്കത്തില്ല. നമുക്ക് വേറെ പ്രതികരണമൊന്നുമില്ല. നമുക്കിപ്പം അവരുടെ ഇൻഡസ്ട്രി അവർ ജീവിച്ചോട്ടെ. പക്ഷെ ഞങ്ങൾ ദൈവവചനത്തിലൂടെ പറയുകയാണ്, ദൈവപുത്രൻ തെറ്റുകയല്ല, ദൈവപുത്രൻ വിജയിച്ചവനാ. പാപത്തെയും മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാ, ഇല്ലയോ?
അതുകൊണ്ടാ വചനം പറയുന്നത്, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ, പാപം അറിയാത്തവനെ, വചനം അങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത്. ദൈവം അവനെ പാപമാക്കി, അല്ലേ? ദൈവോത്തരൻ എവിടെ തെറ്റിപ്പോയെ? എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട്? ബ്രദർ പറയും, എവിടെ ദൈവം പരാജയപ്പെട്ടിട്ടുണ്ട്? ക്രൂശിൽ പരാജയപ്പെട്ടു. ചിലർ പറഞ്ഞു ക്രൂശിൽ ക്രൂശിൽ എന്താ താൻ ചെയ്ത്? താൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു, അല്ലേ? പിതാവ് അവിടെ പോലും താൻ കരുത്തനായിരുന്നു. കാരണം പ്രാർത്ഥനയിലൂടെ, ഗതസമന തോട്ടത്തിലൂടെ താൻ പ്രാർത്ഥനയോടെ ശക്തിപ്പെട്ടു. താൻ ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. യേശു ഒരിടത്ത് പോലും, നമുക്കറിയാം, ക്രൂശിൽ താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, അല്ലേ? തൻ്റെ ദൈവത്വം പോലും ഉപേക്ഷിച്ച് പിതാവ് മുഖം മറച്ചു കളഞ്ഞു. നമുക്കറിയാം, തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടം തോന്നി. പിന്നെ എവിടെയാ സഹോദര നിങ്ങൾ പറയുന്നത് മനുഷ്യപുത്രൻ തെറ്റിപ്പോയി, അല്ലെ ദൈവപുത്രൻ തെറ്റ് ചെയ്താലെന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയാ?